ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. കർത്താവേ, അങ്ങയുടെ സുവിശേഷം പ്രഘോഷിക്കുവാൻ എൻ്റെ ഹൃദയത്തെയും അധരങ്ങളെയും സംശുദ്ധീകരിക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കാരുണ്യം വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. എൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ മറിയം അവളോടുകൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് പോയി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. നമുക്ക് ഇരിക്കാം. കേട്ട വചനങ്ങൾ അല്പസമയം നമുക്ക് ഒന്ന് ധ്യാനിക്കാനായിട്ട് പരിശ്രമിക്കാം. ഇത് മാതാവിൻ്റെ സ്തോത്രഗീതമാണ്. ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ അത് പറഞ്ഞ പ്രാർത്ഥനയാണ് ഇത്. നമുക്കറിയാം, ഗർഭിണിയായപ്പോൾ വീട്ടിൽ നിൽക്കാൻ പറ്റില്ലായിരുന്നു. അപവാദങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ, ശാസനകൾ, മാറ്റി നിർത്തലുകൾ, ഒരു വിഷയം കൊലയ്ക്കുള്ള വിളി. അതുകൊണ്ട് മലമ്പ്രദേശത്തുള്ള എലിശബത്തിൻ്റെ വീട്ടിലേക്ക് ഒറ്റ ഓട്ടം. എന്നെ മനസ്സിലാക്കാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. മുതുക്കിയായിരുന്നു അവൾ. ഗർഭം ധരിച്ചു. അത്ഭുതകരമായിട്ട്. അപ്പോൾ അത്ഭുതകരമായിട്ട് പരിശുദ്ധാത്മാവ് വന്ന് എനിക്ക് കുട്ടിയെ തന്ന കാര്യം എൻ്റെ അപ്പനും അമ്മയ്ക്കും ലോകത്തിൽ ആർക്കും മനസ്സിലാക്കത്തില്ല. എൻ്റെ ഇളയമ്മയ്ക്ക് മനസ്സിലാവും. അതുകൊണ്ട് അങ്ങോട്ട് ഓടിയത്. തിടുക്കത്തിൽ പോയി എന്നാണ് ബൈബിൾ പറയുന്നത്. പറഞ്ഞാൽ ഓടിപ്പോയിന്നാ. ചുമ്മാരെ ഇങ്ങനെ നടന്നു പോവല്ല. വഴി വെച്ചെങ്ങാനും ജൂരന്മാരെ കണ്ട കല്ലെറിഞ്ഞെന്ന് വരും. വേശ്യ എന്നോ തേവിടിശി എന്നൊക്കെ വിളിച്ചെന്ന് വരാം. അതുകൊണ്ട് തിടുക്കത്തിൽ പെട്ടെന്ന് പോവാണ്, ആശ്വാസം തേടി. ഇതുകൊണ്ടാണ് മക്കളെ, നമ്മുടെ ജീവിതത്തിലും വിഷമങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആശ്വാസം തേടണം. നമുക്ക് ആശ്വാസം തരാവുന്ന അടുക്കലേക്ക് പോകണം. ഹല്ലേലൂയ. നാം ഒറ്റയ്ക്കല്ല, നമ്മൾ ഏകരല്ല. അത് ഉള്ളിൽ വെച്ച് ഉരുകിച്ചകേണ്ട കാര്യമില്ല. തമ്പുരാൻ സഹനങ്ങൾ തരുമ്പോൾ എവിടെയെങ്കിലും ഒരു മലാഹയെ വച്ചിട്ടുണ്ട് നമുക്ക് ഈ സഹായം തരുവാൻ, ഈ സ്വാന്തനം നൽകുവാൻ. നിശ്ചയം എനിക്കറിയാം, ഏറെ തിരസ്കരങ്ങളിലൂടെ, വേദനകളിലൂടെ ഒക്കെ കടന്നുപോയവനാണ് ഞാൻ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഒരിടത്തും ഞാൻ തിരസ്കരണം അനുഭവിച്ചിട്ടില്ല. ആരെങ്കിലും എന്നെ സ്വീകരിക്കാനും സ്നേഹിക്കാനും ഉണ്ടായിരുന്നു. അവരിലൂടെ ആശ്വാസവും ശക്തിയും കിട്ടി. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ അപ്രകാരം പോകുന്നത് തെറ്റല്ല. വേണം, കണ്ടുപിടിക്കണം. ഈശോ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നാം ഒരു ശരീരമാണ്. നമുക്കറിയാം, തല ചൊറിയാൻ കൈ ഉപയോഗിക്കും. അത് ചൊറിച്ചിൽ മാറ്റണമെങ്കിൽ നമ്മുടെ കൈ കൊണ്ട്. കൈ ഒരു അവയവമാണ്. നാം ഓരോരുത്തരും യേശുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങൾ. ആ അവയവങ്ങളെ അത് ഉപയോഗിക്കണം. ഇനിയും അതിനുശേഷം ആ എലീശ, അല്ലെങ്കിൽ എലിശബത്ത് അവിടെ വെച്ച് അപ്പോഴേ പറഞ്ഞെന്താണ്, അത് ദൈവത്തിൻ്റെ അമ്മ എന്നെ സന്ദർശിക്കാൻ ഞാൻ ആര്? അവിടെയാണ് മാതാവിനെ ആദ്യം ദൈവത്തിൻ്റെ അമ്മ എന്നൊരാൾ വിളിക്കും. നമുക്കറിയാം,
എന്നിട്ട് പറഞ്ഞെന്താണ്? ദൈവത്തിൻ്റെ വചനം പാലിക്കപ്പെടുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. ഹല്ലേലൂയ. അപ്പോഴാണ് മാതാവ് ഈ സ്തോത്രഗീതം പാടുന്നത്. അതായത് തമ്പുരാൻ പറഞ്ഞ കാര്യങ്ങൾ നിവൃത്തിയാകും എന്ന് അത് വിശ്വസിക്കുക. അപ്പോൾ അവൾ ഭാഗ്യവതിയായി. നിങ്ങൾക്കും എനിക്കും ഭാഗ്യവാനും ഭാഗ്യവതിയും ആവണം. ഭാഗ്യക്കുറി അടിച്ചല്ല മക്കളെ. ആരാണ് ഭാഗ്യവാൻ? സങ്കീർത്തനം 32 വളരെ വ്യക്തമായി പറയുന്നു. ആരാണ് പാപങ്ങളാണോ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നത്, ആരുടെ മേലാണോ കർത്താവ് കുറ്റം ചുമത്താത്തത്, അവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഇവിടെയാണ് അനുതാപത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്. ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ എൻ്റെ മനസ്സും ശരീരവും തളർന്നു വശായി. ഞാൻ രോഗിയായിത്തീർന്നു. എന്നാൽ ഞാൻ എൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞപ്പോൾ എനിക്ക് സ്വസ്ഥത വന്നു, സഖ്യം തന്നു. ഹല്ലേലൂയ. അതേ സങ്കീർത്തനം പറയുന്നതാണ്. ഇന്ന് എത്രയോ പേരാണ് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ വിങ്ങി വിങ്ങി പൊട്ടി പൊട്ടി വിഷമിച്ചും വേദനയായിട്ട് ഹീലിങ്ങിനായിട്ട് ഓടി നടക്കുകയാണ്. അതിൻ്റെ മൂല കാരണം പാപമാണ്. മനസ്സിലാക്കുന്നില്ല. ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും മൂല കാരണം പാപമാണ്. എല്ലാ ജാതികളുടെയും പ്രശ്നങ്ങൾക്ക് കാരണം പാപം. അതുകൊണ്ടാണ് ഈശോ പാപങ്ങൾ ഏറ്റെടുത്ത പാപമായി പുൽക്കൂട്ടി പിറന്നത്. ഹല്ലേലൂയ. അതെ, പാപക്കടലിലേക്ക് ചാടി. എന്നാൽ പാപം അറിയാത്തവൻ പാപമായി മാറി എന്ന് കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 5:21 പറയുന്നു. എന്ന് പറഞ്ഞാൽ ചായത്തിലേക്ക് ചാടിയാൽ നമ്മൾ ആ ചായം പുരണ്ടവരാകും, അല്ലേ? അഴുക്കിലേക്ക് ചാടിയാൽ നമ്മൾ അഴുക്ക് പുരണ്ടവരാകും. ആള് അഴുക്കാകുന്നില്ല. അതുപോലെ പാപത്തിൻ്റെ ആ കടലിലേക്ക് അവിടുന്ന് ഇറങ്ങി വന്നു നമ്മൾ രക്ഷിക്കുവാൻ. എന്നാൽ പാപമില്ലാത്തവൻ, പാപം തീണ്ടിയിട്ടില്ലാത്തവന് വാങ്ങിച്ചാൽ പറ്റത്തില്ല. ദൈവിക പ്രകൃതിയുള്ളവൻ, ദൈവിക സ്വഭാവമുള്ള യേശുവിന് പാപത്തെപ്പറ്റി ചിന്തിക്കത്ത പോലുമില്ല. അവൻ പാപമായി മാറി എന്നാണ് ബൈബിൾ പറയുന്നത്. ഇവിടെയാണ് ദൈവസ്നേഹത്തിൻ്റെ ആഴം. എപ്രകാരം ദൈവഹിതത്തിന് കർത്താവ് അത് കീഴ്വഴങ്ങി എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവിടെയാണ് ദൈവ ഇഷ്ടപ്രകാരം ആര് ജീവിക്കുമോ അവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. മാതാവും ഔഷപിതാവും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് യെസ് പറഞ്ഞു. എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം? വാട്ട് ഈസ് ഗോഡ്സ് വിൽ ഫോർ അസ്? 1 തെസ്സലോണിയൻസ് 4 വചനം 3 വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. ദിസ് ഈസ് ഗോഡ്സ് വിൽ ഫോർ യു, യുവർ ഹോളിനെസ്. ഇതിനാണ് കർത്താവ് വന്നത്, നമ്മളെ ഭാഗ്യമുള്ളവരാക്കാൻ, നമ്മളെ വിശുദ്ധരാക്കുവാൻ. നമുക്കറിയാം, വിശുദ്ധന്മാരെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന അന്തോനീസും അല്ലെങ്കിൽ യൂദാ തദേവൂസും പ്രത്യേക കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്ന പുണ്യവാന്മാർ ഇങ്ങനെ പീഠത്തിൽ ഇരിക്കുന്നതാണ് നമ്മുടെ മനസ്സിൽ. എന്നാൽ നിന്നെയും എന്നെയും കർത്താവ് വിളിച്ചിരിക്കുന്നത് പുണ്യവാനും പുണ്യവതി ആകാനാണ്. ഹല്ലേലൂയ. എന്നാൽ പുണ്യവാനാകുന്നതിന് മുമ്പ് ഒരു പടിയുണ്ട്. ഭാഗ്യപ്പെട്ട് ആൾന്ന് വിളിക്കപ്പെടും, ബ്ലെസ്സഡ്. അത് കഴിഞ്ഞിട്ടാണ് സ്റ്റെപ്പ്, അവസാനത്തെ സ്റ്റെപ്പാണ് പുണ്യവാൻ എന്ന് സഭ വിളിക്കുന്നത്. അതിന് മുമ്പ് ബ്ലെസ്സഡ് എന്ന് പറഞ്ഞാൽ ഭാഗ്യവാൻ അല്ലെ ഭാഗ്യവതി. ഇത് നമ്മൾ ഈ ലോകത്തിൽ ആകണം. എങ്കിലേ സ്വർഗീയ പുണ്യവാന്മാരുടെ കൂടെ നമ്മൾ ഒന്നായിത്തീരൂ. ഹല്ലേലൂയ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അവിടുത്തെ ഇഷ്ടം നിറവേറ്റിയുള്ള ഒരു ജീവിതമാണ്. മാതാവ് സ്തോത്രഗീതത്തിൽ അതിനുശേഷം പറയുന്ന ഓരോ വാക്കുകളും ഇനി ഓർക്കണം. ഈ യേസ് ദൈവത്തിൻ്റെ ഹിതത്തിന് യെസ് പറഞ്ഞപ്പോൾ അവൾ കാണുന്നത് എന്താണ്? മരക്കുരിശാണ്. ഈശോയുടെ മരക്കുരിശല്ല, അവളുടെയും കുരിശ്. ഈ മകൻ്റെ കുരിശ് അവൾ കാണുകയാണ്. മകൻ ഒരു കുരിശായി മാറി. എത്ര അമ്മമാരും അപ്പന്മാരും വന്ന് പറയാറുള്ളത്, എൻ്റെ അച്ഛാ, എൻ്റെ മോനൊരു കുരിശ, എൻ്റെ മോളൊരു കുരിശ. എൻ്റെ 5 മക്കളും പള്ളിയിൽ പോകുന്നില്ല. 3 മക്കളും കഞ്ചാവിന് കീഴിലാണ്. 2 പേരും മറ്റ് അശ്ലീല ബന്ധത്തിലാണ്. അച്ഛാ, കുരിശ. ഇവിടെയാണ് നമ്മൾ ദൈവകരത്തിന്
വിട്ടുകൊടുത്ത് വിശുദ്ധരായി ജീവിക്കുമ്പോൾ ഒന്നിനു പുറകെ ഒന്നായി കുരിശ് വരും. ഹല്ലേലൂയ. ഈ ധ്യാനത്തെ കൂടുന്ന ഒരാൾ എന്നോട് പറയുക, നാളെ കേട്ടോണ്ടായിരിക്കുന്നേ, അച്ഛാ ഞാൻ എൻ്റെ ബിസിനസ് നടത്തിയപ്പോൾ വെറും ചെറിയ ബിസിനസ്സാണ്, ഓട്ട് കമ്പനി, ഓടുണ്ടാക്കുക, ഇഷ്ടിക ഉണ്ടാക്കിയൊക്കെ ഒരു കമ്പനി. അച്ഛാ ഞാൻ സത്യസന്ധമായി മുന്നോട്ട് പോയി, അതുകൊണ്ട് എനിക്കൊരു രക്ഷയില്ലായിരുന്നു, ഒരു വിജയമുണ്ടായില്ല. അതെ, സത്യസന്ധർക്ക് ഇന്ന് വിജയമില്ല. ഹല്ലേലൂയ. വഴിയും സത്യവും ജീവനുമാകുന്ന യേശുവിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനിക്ക് ഭൗമിക വിജയമില്ല. ഹല്ലേലൂയ. അപ്പോൾ മാതാവ് ദൈവത്തോട് യേസ് പറഞ്ഞപ്പോൾ മുന്നിൽ കാണുന്നത് ഓരോ സഹനങ്ങളും. അതെ, ഗർഭിണിയായപ്പോഴുള്ള പരിത്യജിക്കൽ, വിഷമങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അതിനുശേഷം പ്രസവിക്കാനോ സ്ഥലം കിട്ടി പോലുമില്ല, ഒരു ഡോക്ടറോ നേഴ്സോ ഇല്ല, എല്ലാ അരക്ഷിതാവസ്ഥയിലും കുട്ടിയെ പിറപ്പിക്കുന്നു, സ്വീകരിക്കാൻ ആരുമില്ല. ഭാഗ്യവന് വിളിക്കപ്പെടും, അതുപോലെ അവൻ രാജാവാണ്, അവൻ്റെ രാജ്യത്തിന് അന്ത്യമില്ല എന്നൊക്കെ വാക്കുകൊടുത്തു കർത്താവ്. അതിന് യേശുവും പറഞ്ഞു, കിട്ടിയതോ പശുക്കൂട്. ഹല്ലേലൂയ. ഇവിടെയാണ് ഈശോ ഒരു വിരോധാഭാസമാണ്. ഈശോ പഠിപ്പിച്ചതും വിരോധാഭാസമാണ്. ലൈഫ് ഓഫ് പാരഡോക്സ്. ഹല്ലേലൂയ. ജീസസ് ഈസ് എ പാരഡോക്സ്. മനസ്സിലാക്കാൻ ബുദ്ധി കൊണ്ട് പറ്റില്ല, അത് മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവ് വേണം. ഹല്ലേലൂയ. എന്തുകൊണ്ട് ദൈവം മനുഷ്യനായി? എന്തുകൊണ്ട് ദൈവം ക്രൂശിക്കപ്പെട്ടു? എന്തുകൊണ്ട് ദൈവം ഇപ്രകാരം അവഹേളിക്കപ്പെട്ടു? ഇതാണ് ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റാത്തത്. നമ്മൾ കുറേയൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, അല്ലേ? അതിന് കാരണമുണ്ട്, പരിശുദ്ധാത്മാവ് നമുക്കുള്ളത് കൊണ്ട്. അത് എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത് പാപമായി എൻ്റെ പാപങ്ങളുടെ പരിഹാരമായിട്ട് അതിൻ്റെ ശിക്ഷകളെല്ലാം ആ കുരിശിൽ ഏറ്റെടുത്തു. ഇന്നും ആ കുരിശേറ്റെടുത്ത് അത് ദ്വീപബലിയിൽ ആ കുരിശാണ്, കുരിശിലെ ബലിയാണ്. ഇതൊക്കെ ആത്മാവുണ്ടെങ്കിലേ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലൂടെ ഈ വിരോധാഭാസ ജീവിതം മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈശോ കൊണ്ടുവന്ന സുഗമമായൊരു വഴിയല്ല. അതുകൊണ്ടാണ് പറഞ്ഞ് ഇടുങ്ങിയ വഴിയിലൂടെ നടക്കാൻ. അമ്പാ, ഞങ്ങൾക്കെല്ലാം വേണ്ടത് ഹൈവേയാണ്. ഹല്ലേലൂയ. ഹൈവേ എന്ന് പറഞ്ഞാൽ എല്ലാം കിട്ടുന്ന സ്ഥലം. കള്ളും കിട്ടും, ചാരായം കിട്ടും, പെണ്ണും കിട്ടും, എല്ലാം ഉണ്ട് അവിടെ. ഇന്നെല്ലാവർക്കും അതാ വേണ്ടത്. ഇടുങ്ങിയ വഴി ആർക്ക് വേണം? അതുകൊണ്ടാണ് പലരും നല്ല ക്രിസ്ത്യാനികളാണ് ജീവിക്കാത്തത്. അതെ, അതുകൊണ്ട് നീ സത്യസന്ധതയോടെ ജീവിച്ചാൽ, നുണ പറയാതെ, കള്ളം പറയാതെ ബിസിനസ് നടത്തിയാൽ നീ തോറ്റു ജയിക്കുക, കടം കയറും. ഇവിടെയാണ് അതെ, ഇത് മുന്നിൽ കാണണം. അത് കർത്താവ് അനുവദിച്ചതാണ് എൻ്റെ ജീവിതത്തിൽ. എനിക്ക് പ്രധാനപ്പെട്ട ബിസിനസ് അല്ല, ഓട്ട് കമ്പനി അല്ല, ഇഷ്ടിക കമ്പനി അല്ല, അലൂമിനിയം കമ്പനി അല്ല, അതിൻ്റെ വരുമാനവുമല്ല. ഈശോയുടെ മൂല്യങ്ങളിൽ നിലനിന്നുള്ള എൻ്റെ ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. ഈ സഹനങ്ങളെ കുറിച്ചെടുത്ത ആ മനുഷ്യൻ എന്നോട് പറയുകയായിരുന്നു, അച്ഛാ എനിക്ക് സന്തോഷമേ ഉള്ളൂ, കടമുണ്ടെങ്കിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും തിരസ്കരണങ്ങളും എല്ലാം ഉണ്ട് സമൂഹത്തിൽ. ഞാനിങ്ങനെ എല്ലാം കടം കയറിയവനായല്ലോ എന്ന് ചിലപ്പോൾ ഞാനും ചിന്തിച്ചു പോകും. എന്നാൽ ഉള്ളിൽ എനിക്ക് സന്തോഷമാണ്, ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം അതാണ്. അതെ, പുണ്യമായി ജീവിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഏതാ ക്രിസ്ത്യാനി, ഏത് നിമിഷത്തിലും സന്തോഷിക്കുവിൻ, കർത്താവിൽ സന്തോഷിക്കുവിൻ. ഹല്ലേലൂയ. നിന്റെ സന്തോഷത്തിൻ്റെ കാരണം നിന്റെ പണമല്ല, സൗഖ്യമല്ല, ആരോഗ്യമല്ല, നീണ്ട ജീവിതമല്ല, വലിയ വീടല്ല, വലിയ കൊട്ടാരമല്ല നിന്റെ സന്തോഷത്തിൻ്റെ കാരണം. പിന്നെയോ നിന്നിൽ ഉള്ള രക്ഷകനായി ജീവിക്കുന്ന കർത്താവ് ഉണ്ടോ? നെഞ്ചത്തെ കൈയൊന്ന് വെട്ട് മനസാക്ഷിയോട് ചോദിക്കേ, ഈശോ എന്നിൽ ഉണ്ടോ? ഈശോ തന്ന മൂല്യങ്ങൾക്കനുസരിച്ചാണോ ഞാൻ ജീവിക്കുന്നത്? എൻ്റെ വചനം പാലിച്ചാൽ ഞാനും എൻ്റെ പിതാവും വന്ന് വസിക്കുമെന്നാണ് പറഞ്ഞേ. ഹല്ലേലൂയ. ഈശോയുടെ വചനം അനുസരിച്ചാണോ ഞാൻ ജീവിക്കുന്നത്? കൽപ്പനകൾ പാലിച്ചാൽ മാത്രമേ അവിടുത്തെ സ്നേഹിക്കുന്നുള്ളൂ. കവന്ന് കിടന്ന് ഉണ്ണീശോയുടെ സ്വരൂപത്തെ മുത്തിയതുകൊണ്ടോ
മാതാവിൻ്റെ അമലോത്ഭവ മാതാവിൻ്റെ സ്വരൂപം മുത്തിയോണ്ടോ കർത്താവ് കടന്നു വരില്ല. ഹല്ലേലൂയ. ദൈവഹിതപ്രകാരമുള്ള ജീവിതത്തിലേക്ക് അവിടുത്തെ കടന്നു വരാൻ സാധിക്കും. അതുകൊണ്ട് ഈ പുറമേയുള്ള പൂച്ച ഞാനിന്നലെ എന്ന് പറഞ്ഞു നമുക്കൊന്നും മാറ്റാം, ഈ മുഖം മൂടിയൊക്കെ ഒന്നും മാറ്റാം മക്കളെ. ഹല്ലേലൂയ. അതെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ മുഖം മൂടി മാറ്റണം. അതുപോലെ തന്നെ നമ്മുടെ പാപക്കറകളെ അവിടുത്തെ രക്തത്തിൽ കഴുകി ശുദ്ധീകരിക്കണം. എന്നിട്ട് പുതിയ വ്യക്തികളായി യേശുവിനെ ധരിക്കണം. ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൻ്റെ അവസാനം മക്കളെ ധ്യാനത്തിൽ കൂടുന്നവരോട് പറഞ്ഞതുപോലെ നമ്മുടെ സ്നാനത്തിൽ നമുക്ക് കർത്താവ് ഒരു ആത്മീയ ശരീരം തന്നു. ഹല്ലേലൂയ. പുൽക്കൂട്ടിൽ ഈശോ ഒരു മനുഷ്യ ശരീരം എടുത്തതുപോലെ അവിടെ നിന്ന് വിശ്വസിച്ച് അവിടുത്തെ ആത്മാവിനെ സ്വീകരിക്കുന്ന നമുക്ക് ദൈവ മക്കളായി തീരുവാൻ നമുക്കൊരു ആത്മീയ ശരീരം തന്നു. ഒരു പക്ഷേ കാണുന്നില്ല, അതിനായിട്ടാണ് നിൻ്റെ ആന്തരിക കണ്ണുകൾ തുറക്കേണ്ടത്. ഹല്ലേലൂയ. ഈ ആന്തരിക പഞ്ചേന്ദ്രിയങ്ങൾ തുറന്നാൽ ഈശോയെ നിനക്ക് തൊടാം, സൗഖ്യം കിട്ടും. എന്തുകൊണ്ടാണ് ഈ സൗഖ്യം കിട്ടാത്തതിൻ്റെ പേരിൽ ബിജിലച്ചൻ്റെ ഇടയ്ക്ക് പോന്നു, കാര്യച്ചൻ്റെ ഇടയ്ക്ക് പോന്നു, വട്ടയച്ചൻ്റെ ഇവിടെയൊക്കെ പോന്നു, ഡൊമിനിക് അച്ഛൻ്റെ ഇടയ്ക്ക് പോന്നു, ഇവിടെ പോന്നു, അവിടെ പോന്നു, ഈശോയ്ക്ക് തൊടാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് സൗഖ്യം വേണ്ട ശരീരത്താണ്, പക്ഷേ നിൻ്റെ ആത്മീയ ശരീരം പാപത്തിൽ യേശുവിൽ നിന്ന് അകന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ആത്മീയ ശരീരത്തെയാണ് ഈശോ തൊടുന്നത്. അതെ, ആ രക്തസ്രാവക്കാരി സ്ത്രീ തൊട്ടതുപോലെ. ഹല്ലേലൂയ. വിശ്വാസത്തിലൂടെയാ തൊട്ടത്. അവൾ യേശുവിനെ കൈകൊണ്ട് തൊട്ടില്ല. ജനക്കൂട്ടം നിമിത്തം തൊട്ടില്ല എന്നാ ബൈബിൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ശാരീരികമായി സ്പർശിക്കാൻ കഴിഞ്ഞില്ല, എന്നാൽ വിശ്വാസത്തിലൂടെ സ്പർശിച്ചു. ഈശോ ചോദിച്ചു, ആരാ തൊട്ടത്? ബുദ്ധിമാനായ പത്രോസ് ചോദിച്ചു, എൻ്റെ കർത്താവേ, എല്ലാവരും അങ്ങ് ഞെരുക്കുന്നു. എന്നിട്ട് എന്തൊരു ചോദ്യമാണ്, ആരാ എന്നെ തൊട്ടെന്ന്? അതെ, ആത്മീയ തൊടിയിലാണെങ്കിൽ അവിടെ കർത്താവിൽ നിന്നും ശക്തി പുറപ്പെടും, സൗഖ്യം കിട്ടും. അതിന് ഓടി നടക്കേണ്ട കാര്യമില്ല, ഈ പരവേശം പിടിക്കേണ്ട കാര്യമില്ല. അതെ, ഈശോ ഓരോ ബലിയിലും ഓരോ ആരാധനയിലും ഓരോ പ്രാർത്ഥനയിലും സുഖപ്പെടുത്തുന്നു. എൻ്റെ അനുഭവം അതാണ്. നിങ്ങൾ എൻ്റെ വെബ് പേജ് ഒന്ന് തുറന്നു നോക്കൂ. അത് തലക്കെട്ടുണ്ട് ടെസ്റ്റിമണി, സാക്ഷ്യങ്ങൾ. അതിനകത്ത് ആയിരക്കണക്കിന് ശാരീരിക സൗഖ്യം കിട്ടിയവരുടെ സാക്ഷ്യമുണ്ട്, മാനസാന്തരം വന്നവരുടെ സാക്ഷ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അവരെല്ലാം പറയുന്നത് ദിവ്യബലിയുടെ സമയത്ത് കർത്താവിനെ സുഖപ്പെടുത്തി, ആരാധനയുടെ സമയത്ത് തന്നെ സുഖപ്പെടുത്തി. ബിജലിച്ചൻ തൊട്ടതുകൊണ്ട്, മഞ്ഞാക്കളച്ചൻ തൊട്ടതുകൊണ്ട് ഞാൻ സുഖപ്പെട്ടു എന്ന് ആരും പറയുകയില്ല. ഹല്ലേലൂയ. കാരണം അവരൊക്കെ അതെ ആത്മീയമായ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടു, തൊട്ടു, രുചിച്ചു, മണത്തു. അത് ആ അനുഭവമുണ്ടായി. ഇതിലേക്ക് നിങ്ങൾ വളരാനാണ് എൻ്റെ മക്കളെ 3 ദിവസത്തായി കൊച്ചു ധ്യാനം ഞാൻ നിങ്ങൾക്ക് തരുന്നത്. എനിക്കൊത്തിരി സന്തോഷമാണ്. 19 പേരെ ഉള്ളെങ്കിലും മതി. എനിക്കറിയാം അവസാനം 50 പേര് പോലും കാണുകയില്ലായിരിക്കും കേരളത്തിൽ സ്വർഗത്തിൽ പോകാൻ. ഹല്ലേലൂയ. രോഗം കിട്ടിയവർ രോഗശാന്തി കിട്ടിയ അനേകം പേര് കാണും. ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കും എല്ലാവരും. എന്നാൽ യേശുവിൻ്റെ സ്പർശനം നേരിട്ടനുഭവിക്കുന്ന, അതെ, ഈ വിരോധാഭാസങ്ങൾക്ക് മധ്യത്തിൽ പിറക്കുന്ന യേശുവിനെ കണ്ടുമുട്ടുന്നവർ വളരെ ചുരുക്കമായിരിക്കും, വളരെ ചുരുക്കം. ഞാൻ കർദിനാൾ റാറ്റ്സിംഗറിൻ്റെ കാര്യം പറഞ്ഞ പോലെ അത് ഏതാനും പേർ അവശേഷിക്കപ്പെടും. അങ്ങനെ ഒരു അവശേഷ ഭാഗം ഉണ്ടായിരിക്കും, ഒരു റെമനൻ്റ്, ശേഷിക്കപ്പെട്ടവരെന്ന് പറയും. ഒരു ചില്ലുവാനം, മലയാളത്തിൽ പറഞ്ഞാൽ കുറച്ച് ചില്ലുവാനം പേരെ കാണും. അത് സംഭവിച്ചുകൊണ്ടിരിക്കും. നമുക്കറിയാം, ഇനി പൂർണ്ണമായ അതിന് സമയമൊന്നുമില്ല കേരളത്തിൽ പ്രത്യേകിച്ച്. നമുക്കറിയാം, അടുത്ത 1-2 ഗവൺമെൻറ് കൂടി ഇങ്ങോട്ട് വന്നോട്ടെ, അപ്പോൾ കാണാൻ സാധിക്കും. ഉള്ള കൊള്ളിലൂടെ പുറത്തു പോകും. ഇനിയും ഉള്ള ചെറുപ്പക്കാരും ഇനിയും കെട്ടാതിരിക്കും. അതുപോലെ മക്കളും ഉണ്ടാകാതിരിക്കും. ഇങ്ങനെ പോകും. എല്ലാം ഭൗമികമായ സുഖം. എനിക്കെങ്ങനെയും ഗൾഫിൽ പോകണം, അമേരിക്കയ്ക്ക് പോകണം, യൂറോപ്പിൽ പോകണം, പണമുണ്ടായി. ഈ ഭൗമിക ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഈശോ എന്തിനായിട്ട് വന്നു? എനിക്ക് അത് ഭാഗ്യം ഉള്ളവളായി ജീവിക്കണം. ഇവിടെയാണ് വേറൊരു ഭാഗ്യത്തെപ്പറ്റി കർത്താവ്
നമുക്കറിയാം, സുവിശേഷ ഭാഗ്യങ്ങളിൽ പറയുന്നുണ്ട്, യേശുവിനെ പ്രതി സഹിക്കുന്നവർ, അവഹേളനം സഹിക്കുന്നവർ, പീഡനങ്ങൾ സഹിക്കുന്ന, വിവിധ തരമായ അപവാദങ്ങൾ കേൾക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. ഇതൊക്കെ കേൾക്കും. ഇതിലൂടെയാണ് ഈശോയെ അനുഭവിക്കുന്നത്. അതുകൊണ്ട് പുൽക്കൂട്ടിൽ ഒരു പടമോ ഒരു സ്റ്റാച്യു, ഒരു പ്രതിമയോ അല്ലെങ്കിൽ പള്ളിയിലെ പ്രതിമയോ ഒന്നുമല്ല. നമുക്ക് ജീവിക്കുന്ന ഈശോ കൂടെയുണ്ട്, അവസാനം വരെ കൂടെയുണ്ടെന്ന് വെറുതെ പറഞ്ഞതല്ല, പൊള്ളവാക്കല്ല. അവൻ ആത്മാവിലൂടെ വസിക്കുന്നു. ആത്മീയ കണ്ണുള്ളവർ കാണണം. അതിന് നമുക്ക് ആന്തരിക അവയവങ്ങൾ ശുദ്ധിയുള്ളവരായി തീർക്കാം. ഇത് ഞാൻ പറയുമ്പോൾ ഓർക്കുകയാണ് നമ്മുടെ കേരളത്തിലെ സ്ഥിതി. നമ്മൾ കർത്താവിൻ്റെ പിറവി ആഘോഷിക്കുക. ഇതാഘോഷിക്കേണ്ട എത്ര പിള്ളേരെ വെറുതെ അബോഷൻ ഭ്രൂണഹത്യ വഴി കഴിഞ്ഞത്. നമ്മളൊക്കെ വലിയ അറിവുള്ളവരാണ്, 100% അക്ഷര അഭ്യാസമുള്ളവരാണ് മലയാളികൾ. കർത്താവ് പറയുന്നത് കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. സങ്കീർത്തനം 127 നിങ്ങളെല്ലാം കാണാതെ അറിയുന്ന വചനം ആണ് എന്ന് നമുക്കറിയാം. അതെ, നമുക്ക് ഭാഗ്യമുള്ളവരായിത്തീരണമോ, അനുഗ്രഹമുള്ളവരായിത്തീരണമോ? അതെ, എന്തുകൊണ്ട് അനുഗ്രഹമില്ലാതെ പോകുന്നു പല വീട്ടിലും? പഴയ തലമുറയിലോ ഈ തലമുറയിലോ ഒന്നുകിൽ കുട്ടികളെ കൊല്ലുന്ന ഭ്രൂണഹത്യ, ആ കുട്ടികളുടെ കണ്ണുനീർ ഒരുപക്ഷെ ഉയരുന്നു ദൈവത്തിൻ്റെ പക്കൽ. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ പറയും എല്ലാം കഷ്ടമാച്ച, എന്നാ പ്രാർത്ഥിച്ചിട്ടും ശരിയാകുന്നില്ല, എന്നാ ഒന്നും കിട്ടുന്നില്ല. ഇതെല്ലാം നമ്മൾ പറയും. അത് നമുക്ക് ഈ ഭാഗ്യം കിട്ടണമെങ്കിൽ നിശ്ചയമായിട്ടും കർത്താവ് വാഗ്ദാനം ചെയ്തത് നമുക്കും നമ്മുടെ തലമുറയോളം അനുഭവിക്കണമെങ്കിൽ തമ്പുരാൻ തരുന്ന അനുഗ്രഹങ്ങൾ സ്വീകരിക്കണം. ഓരോ കുട്ടിയും തമ്പുരാൻ കുടുംബത്തിന് കൊടുക്കുന്ന അനുഗ്രഹം അത് പിറന്നു കഴിഞ്ഞ് വേണ്ടാന്ന് വയ്ക്കുന്നു. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, ലോകം ഒരു കുട്ടി പിറന്നു കഴിയുമ്പോഴേ പറയാതെ പിറക്കുകയാണെങ്കിൽ മന്ദബുദ്ധിയാകും, അങ്ങനെയാകും, കളയണം. ലോകത്തിൻ്റെ നിർണയമാണ്. പ്രിയമുള്ളവരെ, എൻ്റെ ലിസ്റ്റിൽ ഒരു 6000 കുട്ടികൾ എൻ്റെ കുട്ടികളുണ്ട്. എന്താണെന്നറിയാമോ? ഡോക്ടർമാർ പറഞ്ഞു ഹാർട്ടിന് പ്രശ്നമാണ്, തലയ്ക്ക് പ്രശ്നമാണ്, അതുകൊണ്ട് അബോർട്ട് ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? ഞാൻ പറയും നിങ്ങളൊരു കാര്യം ചെയ്യൂ എന്നും വരെ കൈവച്ച് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവോട്. കാരണം കുട്ടി 9 മാസം വളരാനാണ് കിടക്കുന്നത്. ഈ വളർച്ചക്കിടയിൽ തളർച്ചയുണ്ട്, രോഗമൊക്കെ ഉണ്ടാവും വരി കിടക്കുമ്പോൾ. ആ സമയത്ത് തന്നെ കളയാനല്ല നോക്കേണ്ടത്, രക്ഷിക്കാനാണ് നോക്കേണ്ടത്. ഈ അടുത്ത നാളിലും ദുബായിലുള്ള ഒരു ഹൈന്ദവൻ, ഒരു ഗോപാലനും ഭാര്യയും, ഡോക്ടർമാർ പറഞ്ഞു കുട്ടി മന്ദബുദ്ധിയാവും, അതുകൊണ്ട് കളയണം. അവർ എനിക്ക് ഒരു വാട്സാപ്പ് മെസ്സേജ് അയച്ചു. ഞാൻ അറിയില്ല, എവിടെയോ കേട്ടതോ എൻ്റെ പുസ്തകം വായിച്ചു പറഞ്ഞതാണ്. അച്ഛാ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ ഭാര്യ പറയുന്നു ഡോക്ടർ പറയുന്ന അനുസരിക്കണം. എന്നാ എൻ്റെ കുട്ടിയെ കളയാൻ ഞാൻ സമ്മതിക്കുകയില്ല. പറഞ്ഞ മോനെ, ഞാൻ പറയാം, ഞാനൊരു പ്രാർത്ഥന വാട്സാപ്പിലൂടെ തരാം, നീ അത് പ്രാർത്ഥിക്കുക. ഞാൻ യേശുവിൻ്റെ നാമത്തിലൊരു പ്രാർത്ഥന എഴുതി കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു രാവിലെയും വൈകിട്ടും നിങ്ങൾ 2 പേരും വയറ്റിൽ കൈവച്ച് കുട്ടിയെ ആത്മന കണ്ട് പ്രാർത്ഥിക്കൂ. കാരണം കുട്ടി വളർന്നുകൊണ്ടിരിക്കുക, 9 മാസം വയറ്റിൽ കിടന്ന് വളരണം. ഇതിനിടയ്ക്ക് ആ കുട്ടിക്കും ചുമയും ഒരു പനിയും രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം അമ്മയുടെ വയറ്റിൽ കിടന്ന് സുഖമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടിക്കൊരു ബലഹീനമുള്ള നിമിഷത്തിലായിരിക്കാം ഈ ഡോക്ടർ പറയുന്നത്. ഞാൻ പറഞ്ഞു ഡോക്ടറെ വിശ്വസിക്കരുത്, ദൈവത്തിൽ വിശ്വസിക്കുമോനെ. കണ്ണീരോടെ ഫോൺ താച്ചു വെച്ചു. അതിനുശേഷം പ്രാർത്ഥിച്ചു. 3 ദിവസം മുമ്പ്, ഞാൻ ഈ 15-ആം തീയതി ഞാൻ എയറോപ്ലെയിനിൽ കയറാനായിട്ട് മ്യൂണിക്കിൽ നിൽക്കുമ്പോൾ അയാളെന്നെ വിളിച്ചു. കുട്ടി പറഞ്ഞു നോർമൽ അച്ഛാ എന്ന്. ഹല്ലേലൂയ. ഇതുപോലുള്ള 6000-ഓളം സാക്ഷ്യങ്ങൾ നിങ്ങൾ എൻ്റെ വെബ് പേജിൽ വായിക്കും. കുട്ടികളെ കളയണമെന്ന് പറയും. ലോകം അങ്ങനെയാണ് നിൽക്കുന്നത്, എങ്ങനെയും കുട്ടികളെ ഇല്ലാതാക്കുക. ഞാൻ പറഞ്ഞല്ലോ, വംശഹത്യ ജീവിച്ചിരിക്കുന്ന നമ്മളെ കൊല്ലാൻ മാത്രമല്ല, പിഞ്ചു കുഞ്ഞുങ്ങളെ. ഇവിടെയാണ് ലോകത്തിനെതിരായിട്ട് നീന്തണം. അപ്പോൾ ഞാൻ ഈ ഗോപാലനോട് തന്നെ പറഞ്ഞു, അഥവാ ഒരു മന്ദബുദ്ധിയ പറക്കുന്നെങ്കിൽ
ഒരു ഓട്ടിസ്റ്റാണ് പിറക്കുന്നെങ്കിൽ അപ്പനും അമ്മയും നിങ്ങളുടെ ബീജത്തിൽ പിറന്നതല്ലേ, സ്വീകരിച്ച് ദാനമായിട്ട് സ്വീകരിക്കൂ. അച്ഛാ സ്വീകരിച്ചോളാം. ഇതാണ് ദൈവേഷ്ടം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അത് ഭാര്യ കേട്ടു. ഭാര്യയും ഭർത്താവിനോട് പറഞ്ഞു, ഓക്കെ അച്ഛനല്ലേ പറഞ്ഞത്, അച്ഛനെ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും കേട്ടിട്ടുണ്ടല്ലോ, നമുക്ക് ഓട്ടിസ്റ്റാണ് ഉണ്ടാകുന്നെങ്കിലും സ്നേഹത്തോടെ വളർത്തണം. അതാണ് നിങ്ങൾ യൂറോപ്പിൽ നിന്ന് കാണേണ്ടത്. നമ്മുടെ ഇവിടെ ആരെങ്കിലും മന്ദബുദ്ധിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വികലാംഗനോ വികലാംഗയായി പിറന്നാൽ ഭാരം. എന്തിന്? ഞാൻ ഈ വീൽ ചെയറിൽ ഇരിക്കുന്നത് എന്നെ ഭാരം, ഇവിടെ വരുന്ന എല്ലാവർക്കും എന്നെ ഭാരം. എന്നാൽ വിദേശത്ത് അവർക്കെല്ലാം അവരെ വിളിക്കുന്ന ഭാഗ്യവാന്മാരെന്ന. ഈ വികലാംഗ കുട്ടികളെ വിളിക്കുന്നത് എന്നറിയാമോ? ഏഞ്ചൽസ്, മാലാഹമാർ. ഹല്ലേലൂയ. ഓരോ കുട്ടികളും മാലാഹമാരാണ്. ഇതാണ് കേരളത്തിൽ ഏറെ. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അബോഷന് ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചത് കേരളമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പം നമ്മൾ കടന്ന് പറയും, അയ്യോ മക്കളുണ്ടാകുന്നില്ല, കല്യാണം കഴിക്കുന്നില്ല. ഇതൊക്കെ ഒന്ന് ചിന്തിക്കണം. ഇവിടെയാണ് മാനസാന്തരം വരേണ്ടത്, ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുപോലെ എത്ര പേര് കോൺട്രാസെപ്റ്റീവ്, അതായത് കുട്ടികൾ ഉണ്ടാകാതിരിക്കാനുള്ള പ്രതിരോധ പരിപാടികൾ നടത്തുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പ്രിയമുള്ളവരെ. അത് ഇവിടെ ജീവനെ സ്നേഹിക്കുക, ഇതാണ് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം അനന്തരഫലങ്ങൾ കർത്താവ് തന്നെ പറഞ്ഞു, ആര് പാപം ചെയ്താലും അതിൻ്റെ ശിക്ഷ അവൻ അനുഭവിക്കണം. ആ ദുരന്ത ഫലങ്ങൾ നമ്മളിന്ന് അനുഭവിക്കുന്നു. ദൈവത്തെ പഠിച്ചിട്ട് കാര്യമില്ല. അതെ, ഓരോന്നും ചിന്തിച്ച കുടുംബത്തിൻ്റെ തകർച്ചയും അത് മക്കളില്ലായ്മയും കല്യാണം കഴിക്കാതിരിക്കുന്നതും ഇതിൻ്റെ എല്ലാം പിന്നിൽ നമ്മുടെ തന്നെ ചെയ്തികളാണ്. ദൈവം ഒന്നും ചെയ്തിട്ടല്ല, പാവം ദൈവത്തെ കുറ്റപ്പെടുത്താതെ, പിശാചും ഒന്നും ചെയ്തില്ല അവനെയും കുറ്റപ്പെടുത്താതെ, എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ഇത് മനസ്സിലാക്കാൻ ആത്മാവ് ഞങ്ങൾക്ക് കൃപ തരട്ടെ. ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ, ഈശോയുടെ പിറവി ആഘോഷിക്കുമ്പോൾ എത്രയോ ദൈവാനുഗ്രഹത്തിനുള്ള അതാ തലമുറയോളം അനുഗ്രഹം തരുവാനുള്ള കുട്ടികളെ നശിപ്പിച്ചത്. ആ തലമുറകൾ ഓരോന്നും ഇന്ന് അതിൻ്റെ ശിക്ഷണങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്നു. നമുക്ക് കർത്താവിൽ ആനന്ദിക്കാം, കർത്താവിനെ സ്തുതിക്കാം, ജീവനെ സ്നേഹിക്കുന്നവർ ആകാം. ഒന്ന് ആലോചിച്ച്, താൻ പ്രേമിച്ച, താൻ സ്നേഹിച്ച കെട്ടാനിരുന്ന മറിയം ഗർഭിണിയായപ്പോൾ ആദ്യം വന്ന ചിന്ത എന്തായിരുന്നു? അവളെ ഉപേക്ഷിക്കാൻ. രണ്ടാമത് വേണേൽ ചിന്തിക്കാൻ, ആ കുട്ടിയെ കളഞ്ഞേക്കാന്ന്, അബോഷിയ, എന്നിട്ട് അവളെ സ്വീകരിക്കാം. ഇന്ന് അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. ഹല്ലേലൂയ. കാരണം വിവാഹത്തിന് മുമ്പേ ബന്ധപ്പെട്ടു, പ്രഗ്നൻ്റായി, പ്രഗ്നൻസിയോടുകൂടി എങ്ങനെ കല്യാണം നടത്തിയ നാണംകേടല്ലേ. അതിന് വേണ്ടിയിട്ട് ആ അബോഷം കൂടി നടത്തിയേച്ച് പള്ളിയിൽ പോയി കല്യാണം നടത്തുന്നത്. എന്തൊട്ട് കല്യാണ, എന്നാ കല്യാണം അത്? അവിടെ എവിടെയാ ക്രമ വരുന്നത്? ഇതൊക്കെ നമ്മുടെ കേരള സമൂഹത്തിലാണ്. ഹല്ലേലൂയ. നമുക്ക് മാറണം, നമുക്ക് ക്ഷണിച്ചു വേണം. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ ശാന്തമായി അടച്ച് നമ്മുടെ അഹങ്കാരികളെ ചിതറിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. ശക്തർ, ഭൗമിക ശക്തിയിൽ ആശ്രയിക്കുന്നവർ, അവരെ മറിച്ചിടും കർത്താവ്. വിശക്കുന്നവർക്കാണെങ്കിൽ ആഹാരം കൊടുക്കും, സമ്പന്നരെ വെറും കൈയോടെ വിടും. ഇതൊക്കെ കർത്താവ് പറഞ്ഞ വിരോധാഭാസങ്ങൾ ആണ്. നമുക്ക് ആത്മീയതയുടെ ആഴത്തിൽ സ്വീകരിച്ചുകൊണ്ട് കുട്ടികളെ സ്നേഹിക്കാം, മക്കളെ സ്നേഹിക്കാം, മക്കൾ കൂടുതൽ ഉണ്ടാകാൻ ആഗ്രഹിക്കാം, അതിനുവേണ്ടി വിവാഹം കഴിക്കാനും ആഗ്രഹിക്കാം. അവരുടെ തലമുറകളോളം ആ കുട്ടികൾ ജനിച്ചു കഴിയുമ്പോൾ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി ഉണ്ടാകും. ഈശോയെ, ഈ വാക്കുകൾ ആരെങ്കിലും ആത്മനാ സ്വീകരിച്ചെങ്കിൽ നന്ദി. ആ വചനം ഇവരിൽ മാംസമായി തീരട്ടെ, ജീവിത സ്പർശകം ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർ തന്നെ ചെയ്ത പാപങ്ങൾക്കും മാതാപിതാക്കളോ പൂർവികരോ ചെയ്ത പാപങ്ങൾക്ക് കൂടി മാപ്പ് ചോദിക്കാനുള്ള കൃപ ഈ മക്കൾക്ക് കൊടുക്കൂ. എന്നിട്ടൊരു പുതിയ തലമുറ ഉണ്ടാകട്ടെ.
ഒരു പുതിയ തലമുറയുണ്ടാകാനാണല്ലോ മാതാവ് ഈശോയോട്, ദൈവത്തോട് യെസ് പറഞ്ഞത്, അങ്ങേ ഇഷ്ടം പോലെ എന്ന്. അത് കുരിശുകളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് പറഞ്ഞത്. അത് പറയാനുള്ള ധൈര്യം, വിവേകം കൊടുക്കണമേ. അങ്ങനെ ഹൃദയ വിശുദ്ധിയുള്ളവരായി ഈശോയെ കാണുന്ന ഭക്തരായി മാറട്ടെ. തിന്മയെ വെറുക്കുന്ന ഭക്തി അഭ്യസിക്കട്ടെ. പരിശുദ്ധാത്മാവേ, അതിന് ഈ മക്കളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ആമേൻ.